Good morning. Good morning, ma'am. Good morning. Good morning, Miss. Good morning. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ക്വാളിറ്റി മാനേജ്മെന്റ് ആയിരുന്നു അല്ലെ? ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റില് എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് ഡെഫിനേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 മെയിൻ കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് അല്ലെ? ഏതൊക്കെയായിരുന്നു 4 മെയിൻ കമ്പോണൻസ് ആയിട്ട് വരുന്നത്? ഏതൊക്കെയായിരുന്നു 4 മെയിൻ കമ്പോണൻസ്? ക്വാളിറ്റി പ്ലാനിങ് ഉണ്ടായിരുന്നു, പിന്നെ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോള്, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ? 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോള്. 4 പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ, 4 കമ്പോണൻസ് ആയിരുന്നു നമ്മള് പഠിച്ചത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്? എന്താണ് നോക്കിയേ. The goal of quality management is to guarantee that a specific product, services or organizations will consistently fulfill its intended purposes. To achieve this, there is a constant collection of data and alterations in process to create an optimal product or services that fulfills its intention and satisfies the customer. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? എന്തായിരിക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്: ഒരു പ്രത്യേക ഉൽപ്പന്നം, ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് അല്ലെ, ഒരു പ്രത്യേക ഉൽപ്പന്നം അല്ലെങ്കിൽ എന്താണ് സർവീസസോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യം സ്ഥിരമായി നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ ആ ലക്ഷ്യമായിട്ട് പറയുന്നത് അല്ലെ? അണ്ടർലൈൻ ചെയ്ത് വെച്ച് ഫസ്റ്റ് സെന്റൻസ്, the goal of quality management is to guarantee that the specific product, services or organization will consistently fulfill its intended purposes. എന്താണ് പറയുന്നത്? അതിന്റെ ഉദ്ദേശം, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്? ഒരു പ്രത്യേക ഉൽപ്പന്നം, സേവനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം അതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യം സ്ഥിരമായി നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എന്താണ്? To achieve this, there is a constant collection of data and alteration in a process to create an optimal product or services that fulfills its intention and satisfies the customer. എന്താണ് പറയുന്നത് അതിനകത്ത്? നേടുന്നതിന് അല്ലെ, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സർവീസ് നേടുന്നതിന് അതിന്റെ ഉദ്ദേശം നിറവേറ്റുകയും ഉപഭോക്താവിനെ ഓക്കെ നെറ്റ് പോയതാണ് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പെട്ടെന്ന് നെറ്റ് പോയതാണേ. ഓക്കെ
അപ്പൊ അതിന്റെ എന്താണ് ഉദ്ദേശം അല്ലെ? നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസ് കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ? സ്റ്റാഫിന്റെ നിന്നായാലും അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുന്നത് ആരിൽ നിന്നായിരിക്കും? അവിടെ വരുന്ന പേഷ്യൻസിൽ നിന്നായിരിക്കും അല്ലെ? കസ്റ്റമേഴ്സ് ആണ് ഹോസ്പിറ്റലില്. പേഷ്യൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് ആണ് അല്ലെ? അപ്പൊ അവിടെ കൊടുക്കുന്ന സർവീസ് ആയാലും സേവനമായാലും അതിൽ നിന്ന് എങ്ങനെയാണ് അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ പല പല എന്താണ് ഡാറ്റകളിലൂടെ ശേഖരിച്ചുകൊണ്ട് അല്ലെ? പല റെക്കോർഡ്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് പല ഡോക്യുമെന്റ്സ് നോക്കി പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ നോക്കിയിട്ട് നമുക്ക് എന്താണ് അവർ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സേവനങ്ങള് അപ് ടു ഡേറ്റ് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ, നീഡ്സ്, വാൻസ്, റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടാണോ കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ അങ്ങനെയുള്ള ഡാറ്റ ശേഖരണത്തിലൂടെയും അതുപോലെ തന്നെ ആ ഡാറ്റ ശേഖരിച്ചുകൊണ്ട് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? സേവനങ്ങളിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇവിടെ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ക്വാളിറ്റിയോടെ നമ്മൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് സേവനം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സർവീസസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം അതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യം സ്ഥിരമായി നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കറക്റ്റ് ആയിട്ട് ക്വാളിറ്റിയോടെ കൊടുക്കുന്നുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇത് നേടുന്നതിന് അതിന്റെ ഉദ്ദേശം നിറവേറ്റുകയും ഉപഭോക്താവിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഒപ്റ്റിമൽ ഉൽപ്പന്നമോ സേവനമോ സൃഷ്ടിക്കുന്നതിന് നിരന്തരമായിട്ടുള്ള ഡാറ്റ കളക്ഷൻ അല്ലെ? ഡാറ്റ ശേഖരിക്കുന്നതിലൂടെയും ആ പ്രക്രിയയിൽ മാറ്റങ്ങൾ നടത്തുന്നുണ്ട്. മനസ്സിലായോ? ഡാറ്റ ശേഖരിച്ചുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തി അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് നോക്കാം. ക്വാളിറ്റി അഷൂറൻസ് എന്താണ്? ക്വാളിറ്റി അഷൂറൻസ് നമ്മള് 4 മെയിൻ കമ്പോണൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട്. ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ക്വാളിറ്റി അഷൂറൻസ്. ക്വാളിറ്റി അഷൂറൻസ് ഈസ് എ വേ ഓഫ് പ്രിവെന്റിംഗ് മിസ്റ്റേക്സ് ആൻഡ് ഡിഫെക്ട്സ് in manufactured products and services to customers, which ISO 9000 defines is as part of quality management focused on providing confidence that quality requirements will be fulfilled. അപ്പോൾ എന്താണ് ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറഞ്ഞാല്? Is a way of preventing mistakes and defects in manufactured products and services to customers. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെ, പ്രൊഡക്ട്സുകളായാലും സേവനങ്ങളിലും, പ്രൊഡക്ട്സുകളിലും മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സുകളിലും അവിടെ കൊടുക്കുന്ന സേവനങ്ങളിലും ഉണ്ടാകുന്ന മിസ്റ്റേക്സ്,
തെറ്റുകളും അതുപോലെ ഡിഫക്ട്സുകൾ അല്ലെ, എന്തെങ്കിലും വൈകല്യങ്ങളോ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉപഭോക്താക്കൾക്ക് തടയുന്നതിനുള്ള ഒരു മാർഗമാണ് ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉൽപ്പാദിപ്പിക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും ഉണ്ടാകുന്ന തെറ്റുകളും വൈകല്യങ്ങളും ഉപഭോക്താക്കൾക്ക് തടയുന്നതിനുള്ള ഒരു മാർഗമാണ് ക്വാളിറ്റി അഷൂറൻസ്. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്വാളിറ്റി അഷൂറൻസ് ഈസ് എ way of preventing തടയുക, preventing mistakes and defects in manufactured product and services to customers. മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിലും കൊടുക്കുന്ന സർവീസുകളിലും ഉണ്ടാകുന്ന തെറ്റുകളും വൈകല്യങ്ങളും ഡിഫക്ട്സുകളും ഉപഭോക്താക്കൾക്ക് തടയുന്നതിനുള്ള ഒരു മാർഗമാണ് ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം. വിച്ച് ISO നമ്മൾ ഫുൾ ഫോം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓക്കെ, ISO 9000 ഡിഫൈൻസ് എന്താണ് ക്വാളിറ്റി അഷൂറൻസിനെ എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? A part of quality management focused on providing confidence that quality requirements will be fulfilled. എന്താ പറയുന്നത്? അപ്പോ ISO 9000 നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. ക്വാളിറ്റി അഷൂറൻസിനെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ക്വാളിറ്റി ആവശ്യകതകൾ അല്ലെ, റിക്വയർമെന്റ്സ് ആവശ്യകതകൾ, ക്വാളിറ്റി ആവശ്യകതകള് നിറവേറ്റപ്പെടുമെന്ന ആത്മവിശ്വാസം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ISO 9000 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്വാളിറ്റി റിക്വയർമെന്റ്സ് നിറവേറ്റപ്പെടുമെന്ന ആത്മവിശ്വാസം നൽകുന്നതിൽ, ക്വാളിറ്റി ആവശ്യകതകൾ, റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ആവശ്യകതകൾ നിറവേറ്റപ്പെടുമെന്ന ആത്മവിശ്വാസം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ആയാലും അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ആയാലും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ജസ്റ്റ് ഒരു ഫോർമുല പോലെയാണ് തന്നിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. QA എന്ന് പറഞ്ഞാൽ എന്താണ്? QA ഐഡന്റിഫൈ ചെയ്യാൻ പറ്റോ? QA എന്ന് പറഞ്ഞാല് വെരി ഗുഡ്, ക്വാളിറ്റി അഷൂറൻസ് അല്ലേ? ക്വാളിറ്റി അഷൂറൻസ് ഈക്വൽ ടു QC പ്ലസ് GMP. QC എന്തായിരിക്കും? ക്വാളിറ്റി കൺട്രോള് പ്ലസ് GMP എന്തായിരിക്കും?
ഓക്കെ, കറണ്ട് പോയിട്ട് പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓഫ് ആയതാണ് കേട്ടോ. പെട്ടെന്ന് ഓഫ് ആയി പോകുന്നു. 2 പ്രാവശ്യമായത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി അഷുറൻസ് ഈക്വൽ ടു ക്വാളിറ്റി കൺട്രോൾ പ്ലസ് GMP. GMP നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്നു. എന്താണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് അല്ലെ? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. ഓക്കെ, അതാണ് GMPയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് കേട്ടോ. GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് ഈക്വൽ ടു അണ്ടർലൈൻ ചെയ്യാട്ടോ. ഫോർമുല ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടതാണ്. ഓർത്ത് വെക്കാം. QA, quality assurance equal to QC plus GMP. Okay, quality assurance QA എന്ന് പറഞ്ഞാൽ quality assurance ആണ്. QC എന്ന് പറഞ്ഞാൽ quality control ആണ്. GMP എന്ന് പറഞ്ഞാൽ manufacturing practices. ഇനി എന്താണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Is the practices required in order to conform the guidelines recommended by agencies that control the authorization and licensing of production and delivery of goods and services. എന്താണ് GMP? Good manufacturing practices ഇതായിരിക്കാം ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിനും വിതരണത്തിനും അംഗീകാരവും ലൈസൻസും നിയന്ത്രിക്കുന്ന ഏജൻസികൾ ശുപാർശ ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് ആവശ്യമായ രീതിയാണ് ഇത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി മിസ് പറയാം. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിനും വിതരണത്തിനും അംഗീകാരവും ലൈസൻസും നിയന്ത്രിക്കുന്ന ഏജൻസികൾ അംഗീകാരവും ലൈസൻസും നൽകുന്ന അത് നിയന്ത്രിക്കുന്ന ഏജൻസികള് ശുപാർശ ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് ആവശ്യമായ രീതിയാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിനും വിതരണത്തിനും അംഗീകാരവും ലൈസൻസും നിയന്ത്രിക്കുന്ന ഏജൻസികള് ശുപാർശ ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് ആവശ്യമായ രീതിയാണ് GMP. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ചിലപ്പോൾ ഡാഷ് ഇസ് ദ പ്രാക്ടീസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, ഫുൾ പോയിന്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അണ്ടർലൈൻ ചെയ്യാം ഏതാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി അഷുറൻസ്
അത് ISO 9000 ഡിഫൈൻ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ മുകളിലത്തെ സെന്റൻസും ക്വാളിറ്റി അഷുറൻസ് ഈസ് എ വേ ഓഫ് പ്രിവെന്റിംഗ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. ആ പാരഗ്രാഫ് മൊത്തം പഠിക്കണം കേട്ടോ. ഇനി പർപ്പസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്താണ്? ക്വാളിറ്റി അഷുറൻസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ്, helps exercise regulatory functions. റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ അറിയാലോ, റെഗുലേറ്റഡ് നിയന്ത്രിക്കുന്നത് അല്ലെ, നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ അല്ലെ, റെഗുലേറ്ററി ഫങ്ഷൻസ് നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങള് സഹായിക്കുക. helps exercise regulatory functions. പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓരോ പ്രവർത്തനങ്ങളും ഇതിന്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നത് ആരാണ്? ക്വാളിറ്റി അഷുറൻസ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ദ പേഷ്യന്റ് ബൈ ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ്? പേഷ്യൻസിന്റെ കൊടുക്കുന്ന ഗുണനിലവാരമുള്ള കെയറില് എന്തെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? ബ്രിങ്ങിങ് ടു നോട്ടീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അബൌട്ട് ദി ഡെഫിഷ്യൻസീസ് ആൻഡ് ദ കറക്റ്റിംഗ് ദ കോസറ്റീവ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏത് ഏരിയയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജോലി എന്തായിരിക്കും? ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റ്സില് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ, പോളിസീസ്, ഗൈഡ് ലൈൻസ് ഇവയൊക്കെ റൈറ്റ് അപ്പ് ചെയ്യുന്നത് അല്ലെ, റൈറ്റ് ഡൗൺ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി ആയാലും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കി ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ്. അപ്പൊ അവര് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഡെഫിഷ്യൻസീസ് അല്ലെ. ഡെഫിഷ്യൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോരായ്മകള്. ഓക്കെ, നമ്മൾ അവിടെ കൊടുക്കുന്ന സർവീസിലായാലും അതുപോലെ സേവനത്തിലായാലും ക്വാളിറ്റി കെയറിലായിട്ടുണ്ടെങ്കിലും കെയറിലായാലും പേഷ്യൻസിന് കൊടുക്കുന്ന ഓരോ കാര്യത്തിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലോ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് കാരണഘടകങ്ങള്. ഇപ്പോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഫാക്ടേഴ്സുകള് തിരുത്തുന്നതിലും അതുപോലെ ഡെഫിഷ്യൻസീസ് പോരായ്മകള് എവിടേക്കാണോ പോരായ്മകള് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഓക്കെ, അവരാണ് അപ്പൊ എന്ത് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കാനായിട്ട് പറ്റും. ഇനി എന്താണ്? റെസ്ട്രിക്റ്റിംഗ് അൺഡിസൈറബിൾ പ്രൊസീജിയേഴ്സ്. എന്താണ് അൺഡിസൈറബിൾ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭികാമ്യമല്ലാത്ത അൺഡിസൈറബിൾ. ഡിസൈറബിൾ എന്ന് പറഞ്ഞാല് അഭികാമ്യമായ അല്ലെ, അൺഡിസൈറബിൾ എന്ന് പറയുന്നത് അഭികാമ്യമല്ലാത്ത നടപടിക്രമങ്ങള് നിയന്ത്രിക്കുന്നത്. ഇനി എന്താണ്? ആക്സസ് കോമ്പീറ്റൻസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് സർവ് ആസ് ആൻ imperative to keep up to date and prevent future mistakes. ഇവിടെ പറയുന്നത് സ്റ്റാഫിന്റെ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? കഴിവ് കേട്ടോ, കഴിവ്. കോമ്പിറ്റൻസീസ് മീൻസ് കഴിവ്. ഓക്കെ, സ്റ്റാഫിന്റെ കഴിവ് നമ്മൾ അസസ് ചെയ്യണോ അല്ലെ, വിലയിരുത്തണം. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ മെഡിക്കൽ സ്റ്റാഫിന്റെയും കോമ്പിറ്റൻസി, കെയർ കൊടുക്കാനായിട്ടുള്ള കോമ്പിറ്റൻസി നമ്മൾ അസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, വിലയിരുത്തുക. അതുപോലെ തന്നെ എന്താണ്? കാലികമായിട്ട് തുടരുന്നതും ഭാവിയില് തെറ്റുകള് തടയുന്നതിനും
ഒരു പ്രേരണയായിട്ട് വർത്തിക്കുക. മനസ്സിലായോ? അവരുടെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലോ ഭാവിയിൽ എന്തെങ്കിലും തെറ്റുകളോ അതുപോലെ തന്നെ നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡെഫിഷ്യൻസീസ് മിസ്റ്റേക്കുകളൊക്കെ കണ്ടുപിടിച്ച് അത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ക്വാളിറ്റി അഷുറൻസിലൂടെയാണ്. അതാണ് അങ്ങനെയുള്ള ക്വാളിറ്റി അഷുറൻസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫിന്റെ പ്രകടനങ്ങൾ അല്ലെ, അവരുടെ കഴിവുകൾ നമ്മൾ വിലയിരുത്തണം. അവർക്ക് എന്തെങ്കിലും അവർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഡ്യൂട്ടീസിലോ റെസ്പോൺസിബിലിറ്റിയിലോ എന്തെങ്കിലും മിസ്റ്റേക്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അവരെ തിരുത്തേണ്ടത് എങ്ങനെയാണ്? തിരുത്തണം അല്ലെ. തിരുത്തി നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്? എലിമിനേറ്റിംഗ് മെഡിക്കൽ എറേഴ്സ്, അഡ്വൈസ്, ഡ്രഗ് ഇവന്റ്സ് ആൻഡ് HAI. എക്സ്പാൻഡ് HAI എന്തായിരിക്കാം? അറിയാൻ പറ്റോ? അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്തായിരിക്കാം? വെരി ഗുഡ്. എന്താണ്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, HAI. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? എലിമിനേറ്റിംഗ് മെഡിക്കൽ എറേഴ്സ്, അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ആൻഡ് HAI, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങള് പറഞ്ഞുതരാട്ടോ. 1 മിനിറ്റ് 2 പോയിന്റ് പറഞ്ഞ് മിസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിന്റെ മീനിങ് പറഞ്ഞാല് എന്താണ്? ഉത്തേജനം, ഓക്കെ, പ്രചോദനം, പ്രേരണ എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? എലിമിനേറ്റിംഗ് മെഡിക്കൽ എറേഴ്സ്, അഡ്വൈസ് ഡ്രഗ് ഇവന്റ്സ്, പിന്നെ എന്താണ്? HAI അല്ലെ. HAI എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ഇതൊക്കെ മെഡിക്കൽ എറേഴ്സ് വരുമ്പോഴും അതുപോലെ തന്നെ നല്ല രീതിയിൽ അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് അല്ലെ, നമ്മള് ഫോർമുലാസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സുകള് അല്ലെങ്കിൽ ഡ്രഗ് റിയാക്ഷൻസ് ഒക്കെ ബോഡിയിൽ എന്താണ്? നമ്മളെ ഇൻപേഷ്യൻസിനൊക്കെ മരുന്നുകൾ കയറ്റുമ്പോ നമ്മുടെ എന്താണ് ബോഡി റിയാക്ട് ചെയ്യുന്നത്, അലർജീസ് വരുന്നതൊക്കെ. അതുപോലെ തന്നെ അക്യൂർഡ് ഇൻഫെക്ഷൻ ഒക്കെ അതിന്റെ എലിമിനേറ്റ് ചെയ്യുക. എറേഴ്സ് ആയിട്ടുണ്ടെങ്കിലും മെഡിക്കൽ എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെയൊക്കെ അതിന്റെ ഒരു സാരം അല്ലെങ്കിൽ സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് കേട്ടോ. ഇനി എന്താണ്? ടു മീറ്റ് ദ റൈസിംഗ് എക്സ്പെക്ടേഷൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസസ്. എന്തായിരിക്കാം എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് എക്സ്പെക്ടേഷൻസ്? എക്സ്പെക്ടേഷൻസ് പ്രതീക്ഷകള് അല്ലെ. കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷകളായിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഞങ്ങളുടെ രോഗം മാറും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആവാം എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ നമ്മള് അങ്ങനെയുള്ള രീതിയിൽ അവരുടെ പ്രതീക്ഷകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ നീഡ്സ്, വാൻസ്, റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള സർവീസ് ആയിരിക്കണം എവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് പർപ്പസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? റെഗുലേറ്ററി ഫങ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി
കെയറില് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം എന്താണ്? പല പോരായ്മകള്, അതുപോലെ തന്നെ അതിന്റെ കാരണമായിട്ടുള്ള പോരായ്മകൾക്ക് കാരണമായിട്ടുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അഭികാമ്യമല്ലാത്ത നടപടിക്രമങ്ങൾ നിയന്ത്രിക്കണം. പിന്നെന്താ പറഞ്ഞത്? പല മിസ്റ്റേക്സുകൾ വരാം അല്ലെ ഫ്യൂച്ചറിൽ. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫിന്റെ കോമ്പിറ്റൻസി, കഴിവ് നമ്മൾ വിലയിരുത്തുക. അവരെന്തെങ്കിലും കേസുകളൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ക്വാളിറ്റി പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. ഉത്തേജനം നൽകുക കേട്ടോ. പിന്നെന്താ പറയുന്നത്? എലിമിനേറ്റ് മെഡിക്കൽ എറേഴ്സ്, അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ആൻഡ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. മെഡിക്കൽ എറേഴ്സ്, അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ്, അതുപോലെ HAI, ഇതൊക്കെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ലാസ്റ്റ് വൺ പോയിന്റ് പറഞ്ഞത് എന്താണ്? കസ്റ്റമേഴ്സിന്റെ അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന്റെ നീഡ്സ്, വാൻസ്, പ്രതീക്ഷകൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഉറപ്പുവരുത്തി അങ്ങനെയുള്ള സർവീസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾസ്, എക്സ്റ്റെൻഡ് പ്രിൻസിപ്പിൾസ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോ പ്രിൻസിപ്പിൾസ് ആയാലും പർപ്പസ് ആയാലും ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോ ഓരോന്നും നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാല് കമന്റ് ഇടുന്നേ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ക്വാളിറ്റി അഷുറൻസ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്സ് and continuous updating with the rapid advance in science and technology and medical knowledge. Okay, അപ്പോൾ എന്താണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്? ഇതിനകത്ത് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അല്ലേ. ഓക്കെ, നെവർ എൻഡിങ് എന്താണ് എന്ത് ചെയ്യാത്തൊരു പ്രോസസ്സാണ് അല്ലെ. ക്വാളിറ്റി നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുന്ന ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. And continuous updating with the rapid advance in science and technology and medical knowledge. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും വൈദ്യശാസ്ത്ര പരിജ്ഞാനത്തിലുമുള്ള ദ്രുതഗതിയിലുള്ള പുരോഗതിക്കൊപ്പം തുടർച്ചയായ പുരോഗതിയെയും തുടർച്ചയായ അപ്ഡേഷനെയും
ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രക്രിയയാണ് ക്വാളിറ്റി അഷുറൻസ് അല്ലെ, ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. എപ്പോഴും അവസാനിക്കാത്ത ഒന്നാണ് അല്ലെ. എത്ര ശാസ്ത്രങ്ങളായാലും എത്ര സാങ്കേതിക വിദ്യകൾ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ. ഏത് ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പുതിയൊരു സർവീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, പുതിയ സർവീസ് ഉണ്ടല്ലോ ഇനി നമുക്ക് നോക്കേണ്ട കാര്യമില്ല അല്ലെ, അങ്ങനെ നോക്കാറുണ്ടോ ഹോസ്പിറ്റൽസുകാര്? ഇല്ല. എന്ത് ടെക്നോളജി വന്നാലും, ഏതൊരു പുതിയൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാലും, ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് നെവർ എൻഡിങ് പ്രോസസ് ആണ് ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത്. ഇന്നും ഓരോ മിനിറ്റിലും ഹോസ്പിറ്റൽസുകാര് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എന്തെങ്കിലും അവരിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാലും പറയാറുണ്ട്, ഇപ്പൊ അഡ്മിറ്റ് ആയ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് എപ്പോഴും വന്ന് റൂമിലൊക്കെ വന്ന് പറയാറുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അവിടെ ഇൻഫോം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങളോട് വന്ന് പറയണോട്ടോ എന്ന് പറയാറുണ്ട് അല്ലെ. ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്റെ മോൾ അഡ്മിറ്റ് ആയിരുന്നു, 5ാം പനിയൊക്കെ ബാധിച്ചിട്ട് അങ്ങനെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ ഇന്നലെ ഡിസ്ചാർജ് ആയ ആള്. അപ്പോ അവിടെ വന്നിട്ട് സ്റ്റാഫുകളൊക്കെ പറയാറുണ്ട്, ക്വാളിറ്റി മാനേജർ ആണെന്ന് തോന്നുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം വന്ന് പറയാറുണ്ട് ഓരോ കാര്യങ്ങളും, PRO ആയാലും എല്ലാവരും വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും റൂംസും കാര്യങ്ങളും. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മമ്മിയാണ് നോക്കുന്നത്, കുഞ്ഞിനെ നോക്കുന്നത് എന്റെ മമ്മിയായിരുന്നു. അപ്പോ മമ്മി പറഞ്ഞതാണ്, അപ്പുറത്തെ ഡോക്ടർ വന്നിട്ട് അവിടുത്തെ ഒക്കെ ഭയങ്കര മാറാലെയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഡോക്ടറിനെ നോക്കിയിട്ട് ആളുകളോട് പറയും, ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്, എന്നിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ. എന്നിട്ട് ആരോഗ്യങ്ങളൊക്കെ ആ മുറിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ മുറിയിലേക്ക് ആക്കി മുറിയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നീട് ആരോഗ്യങ്ങളെ ആ മുറിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. അപ്പോ ഈ ഞങ്ങളുടെ റൂമിലേക്ക് വന്നപ്പോഴും ഡോക്ടർ ഇങ്ങനെ നോക്കി, മാറാനായിട്ടോ അല്ലെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തപ്പോ കുഴപ്പമില്ല. അപ്പോ അതാണ് പറയുന്നത്, ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റൽസുകാര് ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് രോഗികൾക്ക് എപ്പോഴും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഒന്നാണ് എന്ത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ്, ഡിസിഷൻസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഡാറ്റ. ഇനി ഓരോ തീരുമാനങ്ങളും അല്ലെ, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ തീരുമാനങ്ങളും അവർ എങ്ങനെയാണ് എടുക്കുന്നത്, റെക്കോർഡ്സ് അല്ലെങ്കിൽ എന്താണ് ഓരോ ഫീഡ്ബാക്കുകൾ അല്ലെ, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഓരോ ഡോക്യുമെന്റുകളായാലും റെക്കോർഡ്സ് ആയാലും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ തീരുമാനങ്ങളും ഓരോ കാര്യത്തിനും അവർ എടുക്കുന്നത്. ഇനി എന്താണ്, കസ്റ്റമേഴ്സ് ഡിഫൈൻസ് ദ ക്വാളിറ്റി. കസ്റ്റമർ ഡിഫൈൻ നിർവചിക്കുന്നുണ്ട് അല്ലെ ക്വാളിറ്റിയെ കുറിച്ച്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റുമോ? ക്വാളിറ്റിയുമായിട്ട് എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ട്? കസ്റ്റമേഴ്സ് ഡിഫൈൻസ് ദ ക്വാളിറ്റി. എങ്ങനെയായിരിക്കാം? ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? ഔട്ട്കംസ്. എങ്ങനെയാണ് ഔട്ട്കംസ് കിട്ടുന്നത് കസ്റ്റമേഴ്സിന്റെ? എങ്ങനെയാണ്? ഫീഡ്ബാക്ക് വഴി അല്ലെ. ഓക്കെ, വെരി ഗുഡ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഫീഡ്ബാക്ക് വഴിയാണ്. സർവേ അല്ലെ, നമ്മൾ പഠിച്ചില്ലേ? ക്വസ്റ്റ്യനെയേഴ്സ്, സർവേ അല്ലെ, പല ഡോക്യുമെന്റ്സുകൾ, അവിടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്, ക്വാളിറ്റി ഇസ് നോട്ട് proportionate to the use of a sophisticated technology or to be expensive. എന്താ പറയുന്നത്, ക്വാളിറ്റി സങ്കീർണമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് അനുപാതികമല്ല.
അനുപാതമല്ല. അതുപോലെ തന്നെ എന്താണ്, ചിലവേറിയതായിരിക്കണമെന്നില്ല. ക്വാളിറ്റി എന്താണ്, അവിടെ കൊടുക്കുന്ന സേവനത്തിനായാലും അവിടെ കൊടുക്കുന്ന സർവീസിനായാലും നല്ലൊരു ക്വാളിറ്റിയുടെ നിലവാരമുള്ള ഒരു സർവീസ് കൊടുക്കുക എന്നതാണ് അല്ലെ. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ടെക്നിക്കൽ ഇംപാരറ്റീവ് ഷുഡ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ prolonging life at any cost with no consideration to quality of life. എന്താ പറയുന്നത്, പേഷ്യന്റിന്റെ ജീവിത നിലവാരം അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഉപരി ക്വാളിറ്റിയോട് കൂടിയിട്ട് അവരുടെ ജീവിതം നയിക്കാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോ അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഉപരി അല്ലെങ്കിൽ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഉപരി അവൻ എന്ത് കൊടുക്കണം, നമ്മള് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റണം. അതിനെന്ത് വേണം, അതിന് വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റലിലുള്ള എല്ലാ മെഡിക്കൽ ടെക്നോളജീസും യൂസ് ചെയ്യണം. മനസ്സിലായോ? എല്ലാ മെഡിക്കൽ ടെക്നോളജീസും യൂസ് ചെയ്തുള്ള പ്രൊഫഷണൽസ് ആയാലും സ്റ്റാഫുകളായാലും അവിടെയുള്ള എല്ലാ ടെക്നോളജീസ് ആയാലും യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗുണനിലവാരമുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് ആയിരിക്കണം നമ്മള് പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ഓക്കെ, അവന്റെ ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് അവന് ബെറ്റർ ഹെൽത്ത് കെയർ, നല്ല രീതിയിൽ ഹെൽത്ത് ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് എന്ത് കൊടുക്കണം, അവിടെയുള്ള എല്ലാ ടെക്നോളജീസും യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ട് വേണം നല്ലൊരു ഗുണനിലവാരമുള്ള ലൈഫ് അവന് കൊടുക്കാനായിട്ട്. ഇനി എന്താണ്, ദ എംഫസൈസ് ഈസ് one establishing professional excellence and patient satisfaction at reasonable cost. ന്യായമായ ചിലവില് പ്രൊഫഷണൽ മികവും രോഗി സംതൃപ്തിയും സ്ഥാപിക്കുന്നതിനാണ് ഊന്നല് കൊടുക്കേണ്ടത് നമ്മള്. ഓക്കെ, അവിടെ വരുന്ന പേഷ്യൻസിന് എന്താണ്, ചിലപ്പോ സാധാരണ ജനങ്ങളായിരിക്കാം അല്ലെ, സാധാരണക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവന് കൊടുക്കുന്ന സർവീസിൽ നമ്മള് ക്വാളിറ്റി ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ എന്ത് കൊടുക്കണം, റീസണബിൾ കോസ്റ്റ് ആയിരിക്കണം അല്ലെ. നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ചെലവാക്കേണ്ടി വരും എന്നുള്ളത് അല്ലെ, ഒരാഴ്ചയ്ക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അത്ര അധികം പൈസ നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അതിന്റെ ചെലവ്, അവന്റെ കോസ്റ്റ് ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്, ഒരു റീസണബിൾ ന്യായമായ ചെലവിൽ വേണം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ന്യായമായ ചെലവ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മള് സർവീസുകൾ കൊടുക്കുകയും വേണം. അയ്യോ, അവന് സംതൃപ്തിയാവുന്ന, അവന് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള പോസ്റ്റും ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോടെ സർവീസും കൊടുക്കണം എന്നാണ് ആ സെന്റൻസിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പ്രിൻസിപ്പിൾസ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫോർത്ത് പോയിന്റിൽ പറഞ്ഞത് ക്വാളിറ്റി ഈസ് നോട്ട് പ്രപ്പോർഷനേറ്റ് ടു ദ യൂസ് ഓഫ് sophisticated technology or to be expensive. ക്വാളിറ്റി സങ്കീർണമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് ആനുപാതികമല്ല, അല്ലെങ്കിൽ എങ്ങനെയാണ്, ചിലവേറിയതായിരിക്കണമെന്നില്ല. നമ്മൾ അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി എന്താണ്, ചിലപ്പം
ചിലവ് കുറഞ്ഞതോ അല്ലെങ്കിൽ എന്താണ് അവിടെ ചിലവ് കുറഞ്ഞതാണെങ്കിലും പക്ഷെ അവിടെ കൊടുക്കുന്ന സർവീസ് കസ്റ്റമേഴ്സിന് അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് എന്താണ് അത്ര ചിലവേറിയതല്ലെങ്കിലും അവിടെ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയോടെ വേണം കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ പോയിന്റിലും ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. നമ്മള് ഇപ്പൊ ചിലവേറിയത് അത്ര വലിയ കോസ്റ്റിലൊന്നുമല്ല നമ്മൾ അവിടെ കൊടുക്കുന്നതെങ്കിലും അവര് കൊടുക്കുന്ന സർവീസ് എങ്കിലും ആ സർവീസ് എന്ന് പറയുന്നത് എന്താണ് ക്വാളിറ്റിയോടെ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അവന് സംതൃപ്തി അടഞ്ഞ് അല്ലെങ്കിൽ അവൻ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഗുണനിലവാരമുള്ള കെയർ വേണം അവന് കൊടുക്കാൻ. ക്ലിയർ ആയോ? അഞ്ചാമത്തെ പോയിന്റോ, ടെക്നിക്കൽ ഇംപാരറ്റീവ് ഷുഡ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ prolonging life at any cost with no consideration to quality of life. ഒരു പേഷ്യന്റിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഉപരി ക്വാളിറ്റിയോട് കൂടി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റണം. ഹോസ്പിറ്റലുകാർക്ക് എന്താണ് എന്തിനെങ്കിലും അവനെ ഒന്നും പറഞ്ഞു വിടാം, അങ്ങനെയുള്ള എന്താണ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള രീതിയിൽ വേണം അവന്റെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള മെഡിക്കൽ ടെക്നോളജീസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? അവിടെയുള്ള എല്ലാ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റു സ്റ്റാഫുകളായിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, അവരെല്ലാം ഒരുമിച്ച് നിന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു മെഡിക്കൽ ടെക്നോളജീസ്, അതാണ് എല്ലാവരും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയുള്ള സർവീസ് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ISOന്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഇതൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. HAI അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ISOന്റെ ഫുൾ ഫോം? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, മറക്കരുതേ, ചോദിക്കാറുണ്ട്. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റിലുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ. ഇനി പാരഗ്രാഫുകളാണ് ഇനി എടുക്കാനുള്ളത്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് കുറെ പാരഗ്രാഫ് പോലെയാണ്. അപ്പൊ അത് എടുത്താല് കംപ്ലീറ്റ് ആവില്ല, അതുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ആയാലും അതുപോലെ തന്നെ പർപ്പസ് ആയാലും പഠിച്ചു വെക്കാം. അതുപോലെ GMP പഠിച്ചു വെക്കണം. ഫോർമുല ക്വാളിറ്റി അഷുറൻസ് ഈക്വൽ ടു QC പ്ലസ് GMP പഠിച്ചു വെക്കണം. ക്വാളിറ്റി അഷുറൻസ് എന്താണ്, അതുപോലെ ISO 9000 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം. ഇനി എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ് underline ചെയ്യാം. The goal of quality management is to guarantee that a specific product, services or organization will consistently fulfill its intent purpose. Okay. അപ്പൊ ഇത്രയും ഭാഗങ്ങള്
നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ, പഠിക്കുന്നുണ്ടോ നിങ്ങള്? വെറുതെ എടുത്ത് വെക്കുന്ന? ഓക്കെ, വായിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും വെക്കാം കേട്ടോ. അല്ലെങ്കിൽ PG അറിയാലോ, നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട്. വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കിയിട്ടില്ല പറയുമ്പോ മാത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും വെക്കാം, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.